റെഡിയാക്കാൻ പോകുന്നത് ഈ റെസിപ്പിയാണ്, ആലു ചന. ഒക്ടോബറിലൊക്കെ വനിതാ പാചകത്തിലെ റെസിപ്പിയാണ്. നമുക്ക് പൊട്ടറ്റോസും വെള്ളക്കടലയും വെച്ച് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയൊരു റെസിപ്പി. ചപ്പാത്തിക്കോ പൂരിക്കോ ഈവൻ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. ആലു ചന പ്രിപ്പയർ ചെയ്യാൻ ഒരു പാനിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. വെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അല്പം ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ചെറിയ സ്പൂൺ ജീരകം മതിയാണ്. അതൊന്ന് മൂത്ത് വരണം. അതിലേക്ക് ഒരു 2 ഗ്രാമ്പൂ, കുറച്ച് കറുവാപ്പട്ട, 2 ബേ ലീഫ്, ഇത്രയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ല മസാല മൂത്ത മണം വരുമ്പോഴേക്കും അതിലേക്ക് നമുക്കൊരു 3 സവാള സവാള നമ്മൾ വഴറ്റിയിട്ടുണ്ട്. നമുക്കതിലേക്ക് തക്കാളി ചേർക്കണം. തക്കാളി ഞാനൊന്ന് ബ്ലാൻഡ് ചെയ്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചിരുന്നതാണ്. നമുക്കതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഗ്രേവി എന്തേലും ആവശ്യമുണ്ടോ അത്രയും വെള്ളം ഒഴിക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല ആഡ് ചെയ്യാം. ഞാൻ ഒരു രാത്രി കുതിർത്ത് വേവിച്ച് വെച്ചാണ്. 1 കപ്പ് വെള്ളക്കടലയായിരുന്നു. നമുക്കൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കടല വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേവിക്കുമ്പോൾ ഉപ്പിടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഉപ്പ് ചേർക്കാം. 1/2 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചെറിയ സ്പൂൺ മുളക് പൊടി, 2 ചെറിയ സ്പൂൺ ചന മസാല, 1/4 ചെറിയ സ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ, ആംചൂർ പൗഡർ എന്ന് പറയും, 1/4 ചെറിയ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെള്ളക്കടലയും മസാലയൊക്കെ നല്ലപോലെ എടുത്ത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചെടുത്തതാണ്. അത് ഗ്രേവിക്ക് അത് ചേർക്കാം. നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. ഇത് ഒത്തിരി ചാറൊന്നും ഉള്ള ഒരു ഡിഷല്ല, ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇനി നമുക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർക്കാം. ഉരുളക്കിഴങ്ങെല്ലാം നല്ലപോലെ ഗ്രേവിയിലോട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു ചെറിയ പ്രോസസ്സും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കറി റെഡിയാക്കാം. നമുക്കൊരല്പം ഉരുളക്കിഴങ്ങ് ഒരു നെയ്ക്കകത്തൊന്ന് വറുത്ത് കറിക്കകത്ത് ചേർക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് വേണ്ടെന്നുള്ളവർക്ക് എണ്ണയാണെങ്കിലും ചേർക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത ഉരുളക്കിഴങ്ങ് ഗ്രേവിയിലേക്ക് നമുക്ക് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആലു ചന റെഡി ആയിട്ടുണ്ട്. നമുക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് ഇതൊന്ന് സെർവ് ചെയ്യാം.